കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. പൊന്നുണ്ണി കണ്ണൻ ചമ്രം പണിഞ്ഞിരിക്കുന്ന പൊന്നുണ്ണി കണ്ണന് മുന്നിൽ ഒരു കുടം നിറ വെണ്ണയുണ്ട്. അതങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ വെണ്ണ വാരിയ ശായയിൽ. ആ ചമ്രം പണിഞ്ഞിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞിക്കാൽമേൽ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റിക്കിടക്കുന്ന ഒരു മിടുക്കന്നൊരുണ്ണി. അത് മാറത്തൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്, രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുക്കന്നൊരുണ്ണി രണ്ട് കൈ നിറച്ച് വെണ്ണയും പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് വായക്കേറി കഴിക്കാൻ പുറപ്പെടുക. ആ വെണ്ണക്കുടത്തുനിന്ന് രണ്ട് കൈ കൊണ്ട് വാരിയെടുത്ത് വായക്കേനെ കൊണ്ടുപോകില്ല. അപ്പോൾ ആ വായയുടെ അടുത്തായിട്ടാണ് ആ രണ്ട് കൈയുടെ കൈ നിറയാണ് വെണ്ണയും കൊണ്ടാന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവരുണ്ട് കാണാൻ. എന്ത് ഭംഗിയേറെ കാണാൻ, ഒരു വികൃതി കാണാൻ. ആ വെണ്ണക്കുടച്ച ചെരിഞ്ഞ് കിടക്കേണ്ട വെണ്ണ പാകത്തിനായിട്ട് അങ്ങനെ വെണ്ണക്കുടത്തുനിന്ന് വാരിയെടുത്ത് വെണ്ണയും കഴിച്ചുകൊണ്ടിരിക്കണം. ഉണ്ണിക്കണ്ണൻ്റെ അരയിൽ ഓടക്കോട് തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ണുള്ള രണ്ട് കൈ കൊണ്ട് കൂടിയിട്ടാണ് വാരി കഴിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീവിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തിൽ ആനന്ദം. ഒരു കുടം വെണ്ണയെ മുന്നിലിരിക്കണത്. ആ ഒരു കുടം വെണ്ണ, ആ കുടത്തുനിന്ന് വെണ്ണ വാരിക്കതിനെ കൊണ്ടുപോകാൻ പുറപ്പെടുക. രണ്ട് കൈ നിറയെ വെണ്ണയാണ്. അങ്ങനെയാണ്. രണ്ട് കൈ കൂട്ടി പിടിച്ചിട്ട് മാറോട്, അതിന് മാറിൻ്റെ ആ കഴുത്തിനോട് ചേർന്നുള്ള വളയം പോലത്തെ മാല മാത്രമല്ല, അല്ലെ കാണില്ല. രണ്ട് കൈയും മാറത്താണ്. സ്വർണ്ണഗോപി ഉണ്ട്. കുമ്പേൻ്റെ ഭാഗത്തായിട്ട് രണ്ട് തോളത്തും സ്വർണ്ണഗോപി ഉണ്ട്. അങ്ങനെയാണ് ഗോപി തിലക്കങ്ങൾ. പിന്നെ ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീവിൻ്റെ സ്വർണ്ണഗോപി, നല്ല ആനന്ദം. ഒരു കുടത്തിലേറെ വെണ്ണ കിട്ടിയ കണ്ണൻ അത്ര സന്തോഷമാണ്. വെണ്ണ കഴിച്ചാൽ മതില്ല. ഒരു വെണ്ണക്കൊതിയനാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. അങ്ങനെ ഇരിക്കുന്നത്. ആ വെണ്ണ കഴിക്കണ കാണാൻ നല്ല കൗതുകമുണ്ട്. ചെവിയിലെ ചെവിപ്പൂക്കൾ, നെറ്റീവിലെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി വെണ്ണ വാരി കഴിക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ, ഒരു വെണ്ണക്കണ്ണൻ. നല്ല സന്തോഷമാണ്. പൊന്നും കിരീടം ചാർത്തിയുണ്ട്. ആ പുതിയ പൊന്നും കിരീടം കേട്ടോ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് ഒന്ന്, പിന്നെ താമരയും തുളസിയായിട്ട് ഒന്ന്. അവർ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ടുണ്ട മാലകൾ. ഒന്ന് ചുവന്ന താമരയും തുളസിയായിട്ടുള്ളത്, ഒന്ന് ചുവന്ന താമര മാത്രമായിട്ടുള്ള ഒന്ന്. അങ്ങനെ രണ്ടുണ്ട മാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. രണ്ട് തിരുമുടി മാലകൾ ശിരസിങ്കിലും ചാർത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലായി പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ വാരി രണ്ട് കൈ കൊണ്ട് വാരി കഴിക്കണം. ആ ഭാവം നേരെ മുന്നിലിങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ ചെരിഞ്ഞ് കിടക്കേണ്ട വെണ്ണ വാരി എടുത്തിട്ട് അവർ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് തെച്ചി തുളസി, വെളുത്ത പൂവ തുളസി, അങ്ങനെ രണ്ടോ നാലോ ഉണ്ട മാലകൾ അങ്ങനെയാണ്. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂണ്ട് നല്ല കനത്തിലൊന്നും. അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ വെണ്ണക്കൊതിയാനായ വെണ്ണക്കണ്ണൻ, പൊന്നുണ്ണി കണ്ണൻ, എന്ത് രസമാണ് ഇരിക്കുന്നത് കാണാൻ. നല്ല കൗതുകമാണ്. ആ ചമ്രം പണിഞ്ഞുള്ള ഇരിപ്പും ആ കുഞ്ഞിക്കാല് രണ്ടും ഞങ്ങൾ ചമ്രം പണിഞ്ഞിരിക്കുമ്പോൾ കാണാൻ നല്ല കൗതുകം. മുന്നിലിരിക്കുന്ന വെണ്ണക്കുടത്തുനിന്ന് ഇങ്ങനെ വെണ്ണ വാരി കഴിക്കുക. നല്ല ഭംഗിയായിട്ട് നല്ല സന്തോഷവും കണ്ടാൽ തന്നെ. എനിക്ക് നല്ല സന്തോഷമാണ് ആ വെണ്ണ വാരി കഴിക്കണം ഉണ്ണിക്കണ്ണനെ കണ്ടാൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ജന്മാന്തരത്തിൽ പല ജാതിയായി ഞാൻ എന്തൊക്കെയോ നന്മകൾ ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ഈ ഭക്തി സുരർക്കു പോലും ദുഷ്പ്രാപമാം വസ്തു ലഭിപ്പതാണോ? വാതാലയേശൻ കനിയുമ്പോൾ വാനോർ 30 മുക്കോടി കനിഞ്ഞിടുന്നു. മൂലം കുളിർത്താൽ മുടിയിൽ തളിർക്കും, വ്യാഴം തെളിഞ്ഞാൽ സകലം തെളിഞ്ഞു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകസദാ പൊന്നുണ്ണിക്കണ്ണൻ ഒരു വെണ്ണക്കുടം മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗി. വെണ്ണക്കുടം തന്നെ അങ്ങനെ കസവിൻ്റെ ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വെണ്ണക്കുടം, സ്വർണ്ണക്കുടം തന്നെ പറയാം. അത് നല്ല ഭംഗി. ആ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ വാരി കഴിക്കാൻ രണ്ട് കൈ നിറയെ വെണ്ണ എടുത്ത് മറോട് ചേർത്ത് പിടിച്ചിട്ട് കൈ കൂപ്പി പിടിച്ചിരിക്കണ പോലെ കൈ നിറയെ വെണ്ണയും പിടിച്ച് വായക്ക് ഇങ്ങനെ വായുടെ അടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വായക്ക് കഴിക്കാൻ പാകത്തിന് അത്ര രസമായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുക കാണാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചതിൻ്റെ ഒരു ആനന്ദം. ആ വെണ്ണ കിട്ടിയ സന്തോഷം എന്താ ശരി അറിയോ. ഒരു കള്ളശ്ശേരി ചിരിക്കണ പോലെ ചിരിക്കണ കണ്ടാലേ. അത്ര രസമായിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കാരം. വെണ്ണയൊക്കെ കുറച്ച് മേലൊക്കെ ആവട്ടോ നമ്മുടെ. അതൊന്നും നമ്മുടെ വെണ്ണക്കണ്ണൻ്റെ അല്ലേ. അതോ ആ വാരി കഴിക്കണ വെണ്ണയെന്നിങ്ങനെ വീണാൽ തന്നെ ഒരു അനുഗ്രഹമല്ലേ. അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ആനന്ദത്തിലാണ് നിൽക്കണം. നല്ല സന്തോഷത്തിൽ നിൽക്കണം. ആ വെണ്ണക്കുതിയനെ എൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. ഒരു ആനന്ദക്കട്ട, സച്ചിദാനന്ദക്കട്ട, അതാണ് ശ്രീലകത്തിരിക്കുന്നത്. ആ സച്ചിദാനന്ദക്കട്ടയുടെ തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാം. നമുക്ക് ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.